പരിക്ക് ആണ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ വലിയ പരിക്ക് കാണുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണല്ലോ, 4 മണിക്കൂർ സമയം കെട്ടിടത്തിനുള്ളിൽ സന്ധ്യ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ ബീമുകളും അതുപോലെ മറ്റ് ഡെപ്പോസിറ്റുകളുമെല്ലാം കാൽഭാഗത്താണ് വന്ന് നിന്നിട്ടുള്ളത്. അപ്പോൾ കാലിനുള്ള ഒരു പരിക്ക് മാത്രമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആശങ്കയ്ക്ക് വകയില്ല. എന്ന് വെച്ചാൽ ആൾക്ക് തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കണമല്ലോ. പക്ഷേ നമ്മുടെ ഒരു പ്രാഥമികമായ കാഴ്ചയിൽ സന്ധ്യ ഒക്കെയാണ്. കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇതിപ്പോൾ മറ്റ് തരത്തിലുള്ള സാങ്കേതികപരമായ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് ബിജുവിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. ബിജുവിൻ്റെ ശരീരഭാഗത്ത് ഏതാണ്ട് 3/4% ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു നിലയിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിച്ച് നിൽക്കുന്ന ഈ പ്രദേശത്ത് പോലെ 5 വീടുകൾ മണ്ണിനടിയിലാണെന്ന് പറയുന്നത് അത്രമാത്രം വലിയൊരു ദുരന്തമാണ്. പ്രത്യേകിച്ച് നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞു, അശാസ്ത്രീയമായ മണ്ണെടുപ്പ് ഈ സമയത്ത് ചർച്ച ചെയ്യേണ്ടതാണെങ്കിൽ അല്ലെങ്കിൽ പോലും അത് പറഞ്ഞു പോകാതിരിക്കുന്നത് ശരിയാണ്. അല്ല, ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. തുടർന്നുള്ള അവസരത്തിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഈ ഒരു അപകടം മുൻകൂട്ടി കാണുവാനും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുവാനും സാധിച്ചു എന്നുള്ളിടത്താണ് വലിയൊരു അത്യാഹിതം ഒഴിവായത് എന്നുള്ളത് ഒരു സത്യമായ വസ്തുതയാണ്. ഇന്നലെ വൈകുന്നേരം തന്നെ എല്ലാവരെയും ഇവിടെ നിന്നും മാറ്റപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടാകാതെ പോയത് എന്നുള്ളതും നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. പലരും ആദ്യ മണിക്കൂറിൽ റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളൊരു പരാതി പ്രാദേശിക ഭരണകൂടം ഉൾപ്പെടെ പറയുന്നുണ്ട്, അടിമാലി പഞ്ചായത്ത് ഉൾപ്പെടെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു പരാതി പോലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ഒത്തുചേർന്നാണ് ഈ ഒരു ആളുകളെ കുടിയൊഴിപ്പിച്ച അല്ലെങ്കിൽ ഏകോപനം ഉണ്ടായില്ല എന്നാണ് പഞ്ചായത്തിൻ്റെ ഒരു പരാതി. ഇല്ല, അതിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിച്ച് പറയാം. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഏതായാലും സേഫായി ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് പറയാവുന്നതാണ്. ഈ അപകടം നടന്നതിൻ്റെ ടെൻഷനും മറ്റു കാര്യങ്ങളും ഉള്ളതിൻ്റെ പ്രശ്നങ്ങൾ കൂടി സന്ധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു നിലയിൽ ഉണ്ടാവണമല്ലോ. സ്വാഭാവികമായിട്ടും ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ച ഒരു അത്യാഹിതം. അതോടൊപ്പം തന്നെ മുമ്പ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആൾക്ക് വലിയ കാര്യമായ പരിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ഇത്തരത്തിലുള്ള ഒരു മഹാദുരന്തത്തെ അഭിമുഖീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ബിജു അവർ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ബിജുവിനെ കുറിച്ച് രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരുന്നു. ഒരാളുടെ മേലെ മറ്റൊരാൾ എന്നുള്ള ഒരു നിലയിലായിരുന്നു കാണപ്പെട്ടത്. പക്ഷേ ബിജുവിൻ്റെ ശരീരമാകെയും ഡെപ്പോസിറ്റായി വന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ആ ഒരു നിലയിലാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.